വളർന്നു എന്ന് പറയുമ്പോൾ അത് അതിന്റെ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു സംശയമില്ല. അപ്പൊ കമ്പനിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം പല ലീഡേഴ്സും കോർ ലീഡേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 500 വർഷത്തേക്കുള്ള അതിന്റെ പ്ലാൻ കമ്പനി തയ്യാറാക്കി കഴിഞ്ഞു. ഇനി വരുന്ന 500 വർഷത്തേക്ക് അതിന്റെ പ്ലാൻ കമ്പനി തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ കാഴ്ചപ്പാട്, അതിന്റെ MD-യുടെയും ആ ഒരു ടീമിന്റെയും കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇനി എന്റെ കമ്പനിയുടെ സിസ്റ്റത്തെ നോക്കുന്ന സമയത്ത് വെറും 600 രൂപ കൂലി വാങ്ങിയ ആള് ഇന്നൊരു കോടീശ്വരൻ RCM-ല്. ഒരു തെങ്ങ് കയറ്റക്കാരൻ എമറാൾഡ് ഉണ്ട് RCM-ല്. 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകൾ എമറാൾഡ് ആയിട്ടുണ്ട് RCM-ല്. ഒരു കേബിൾ TV ഓപ്പറേറ്റർ ഡയമണ്ട് ആയിട്ടുണ്ട് RCM-ല്. എന്ന് പറഞ്ഞാൽ ഈ ഡയമണ്ട്, എമറാൾഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വെറും പേര് മാത്രമല്ല, അതിന്റെ വാലായിട്ട് പൈസയും കൂടി ബാങ്കിലേക്ക് വരും. ഡയമണ്ട് ആകുമ്പോൾ ആവറേജ് 25 മുതൽ 50 ലക്ഷം വരുമാനം ബാങ്കിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താ, ആ സിസ്റ്റത്തിൽ വിശ്വസിച്ച് വിജയിച്ച ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒരു സംശയം വേണ്ട. ഉൽപ്പന്നങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. ഉപയോഗിച്ച ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും RCM-ലേക്ക് വരുന്നത്. ഇപ്പൊ ഉൽപ്പന്നത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എവിടെയാണ് ആളുകൾ തോക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തോൽവിയുടെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവനെ നമുക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല എങ്കിൽ എല്ലാം ഫെയിലാണ്. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സക്സസ് ഫോർമുലയാണ്. RCM-ല് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം എന്നാണോ നമ്മൾ ഏറ്റെടുക്കുക, നമ്മളത് ഏറ്റെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസം വേണം. 2 പേരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നമുക്ക് നമ്മുടെ വിശ്വാസം വേണം. ലീഡർ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, ലീഡർ നന്നായത് കൊണ്ട് കാര്യമില്ല. എന്റെ ലീഡർ സൂപ്പറാണ്, എന്റെ ലീഡർ അടിപൊളിയാണ്, എന്റെ ലീഡർ സംഭവമാണ്, ഒരു കാര്യമില്ല. ഈ ഞാൻ പറഞ്ഞ എന്റെ ലീഡർ സൂപ്പർ ആണെന്നുള്ളത് എന്നെ കുറിച്ച് എന്ന് എന്റെ ടീം പറയുന്നുവോ അന്നാണ് നമുക്ക് വരുമാനം വന്നു തുടങ്ങുക. പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കണം. നമ്മൾ സൂപ്പർ ആണെന്ന് മറ്റുള്ളവർ പറയണം. അതെപ്പോഴാ പറയാ? നമ്മൾ വിശ്വസിക്കുമ്പോ അല്ലെ? കറക്റ്റ് അല്ലേ? നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് പറയാ. അപ്പൊ ഞാനൊരു PPT പ്രസന്റേഷനിലേക്ക് പോവാണ്. നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നതിനേക്കാൾ കഴിവ് ചിലർക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും കൊണ്ടുവന്നുകൊണ്ട് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാം. ഓക്കെ, ഞാൻ ഈ ഷെയർ ചെയ്യുന്ന സ്ക്രീന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു യെസ് കമന്റ് ചെയ്യാൻ പറ്റുമോ കാണുന്നുണ്ടെങ്കിൽ? യെസ് സർ. ഓക്കെ, താങ്ക് യു. ഫോർമുല ടു വിൻ ഇൻ RCM, അതായത് RCM-ൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. ഇത് ഞാൻ കണ്ടുപിടിച്ച ഫോർമുല ഒന്നല്ല. നിലവിൽ വിജയിച്ച ആളുകളും അതുപോലെ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കമ്പനിയും അതിന്റെ ടീമും നമുക്ക് പരിചയപ്പെടുത്തുന്ന ഫോർമുലയാണ്. ആ ഫോർമുലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, RCM-ൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അല്ലെ? ആളുകൾ RCM-ൽ വരുന്നത് എന്തിനാ? ആളുകൾ RCM-ൽ വരുന്നത് എനിക്ക് എന്ത് കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് RCM-ലൂടെ എന്ത് നേടാൻ പറ്റും, ഇതിനാണ് ആളുകൾ RCM-ൽ വരുന്നത്. ആരോഗ്യം നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ. ഒരുപാട് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? ഒരുപാട് എഡ്യൂക്കേഷൻസ്, പല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ്, ഹെൽത്ത് പരമായിട്ടും മറ്റു പല രീതിയിൽ. ഞാനിപ്പോ ഇന്ന് എന്നെ നേരത്തെ മാഡം പരിചയപ്പെടുത്തി ന്യൂട്രീഷൻ കൗൺസിലർ ആണ്. ഞാൻ RCM-ൽ വന്നതിന് ശേഷമാണ് ന്യൂട്രീഷൻ കൗൺസിലിംഗ് കോഴ്സ് ചെയ്തത്. നേരത്തെ പരിചയപ്പെടുത്തി സർട്ടിഫൈഡ് പ്രൊഫഷണൽ ട്രെയിനർ ആണ്. NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിന്റെ സർട്ടിഫൈഡ് ട്രെയിനറും കൂടിയാണ്. അത് ഞാൻ ആയത് RCM-ൽ വന്നതുകൊണ്ടാണ്. ഇതൊക്കെ RCM-ന് കിട്ടിയ നേട്ടങ്ങളുടെ ലിസ്റ്റ് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷെ ഇതിനൊക്കെ പുറമെ നമുക്ക് കിട്ടുന്ന ഒരു വരുമാന നേട്ടം എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൽപ്പനയിലൂടെ, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ വിൽപ്പനയിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാം. 20% മുതൽ 64% വരെ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കയ്യിൽ ലാഭം ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയുടെ വിൽപ്പന ചെയ്യുന്ന ആൾക്ക് 20,000 രൂപ മുതൽ 64,000 രൂപ വരെ ഓൺ ദ സ്പോട്ട് കയ്യിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം.
രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് പർച്ചേസ് വോള്യം, PV. പുതിയ ആളുകൾക്ക് PV എന്താണെന്ന് അറിയാൻ സാധ്യതയില്ല. പർച്ചേസ് വോള്യം. ഈ പർച്ചേസ് വോള്യത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല നേട്ടങ്ങളും നമുക്ക് ആർസിയിലൂടെ ഉണ്ടാക്കാം. വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാല് 90% ആളുകളും RCMനെ ധരിച്ചു വെച്ചിരിക്കുന്നത് വിൽപ്പനയിലൂടെ ലാഭം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ മനോഹരമായ ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് പർച്ചേസ് വോള്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾ. അപ്പോ നമുക്ക് ജസ്റ്റ് നോക്കാം. വിൽപ്പനയിലൂടെ ലാഭം, ഒരു 50 വീടുകളിൽ 2000 രൂപയുടെ ഉൽപ്പന്നം നമുക്ക് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 20,000 രൂപ മുതൽ 64,000 രൂപ വരെ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കും. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ബന്ധുക്കളിലും ഒരുപാട് വീടുകളുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു മാസത്തേക്കുള്ള ഉൽപ്പന്നം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമായാൽ തുടരാം, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇത് പറയാൻ നമുക്കൊരു മിനിറ്റ് വേണ്ട. ഇനി PVയിലൂടെ, പർച്ചേസ് വോള്യത്തിലൂടെ നമുക്ക് എന്തൊക്കെയാ വരുമാനം കിട്ടാൻ നോക്കുക. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോർമുലയിലേക്ക് പോകും. പക്ഷെ ഒരു പുതിയൊരാളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡ് അതിൽ ഉൾപ്പെടുത്തിയത്. PV അടിസ്ഥാനത്തിൽ ഓരോ 6 മാസം കൂടുമ്പോഴും നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10, 15, 20, 30 എത്ര വർഷമായിക്കോട്ടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഉൽപ്പന്നം വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് ഉൽപ്പന്നം കിട്ടി എന്നല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ RCMനെ നോക്കൂ, നമ്മൾ 100 PV മുതൽ, അതായത് ഒരു 200 രൂപ മുതൽ ഒരു 1499 PV വരെ സ്ഥിരമായി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ 6 മാസം കൂടുമ്പോഴും അവർക്ക് അവരുടെ 6 മാസത്തെ പർച്ചേസ് വോള്യത്തിന്റെ ടോട്ടൽ 6 മാസത്തെ PVയുടെ 12% ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് അവർക്ക് കിട്ടും. ഇനി എല്ലാ മാസവും സ്ഥിരമായി വാങ്ങിക്കുന്ന വ്യക്തി 1500 PV വെച്ച വാങ്ങിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് 1500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. 2500 PV ആണെങ്കിൽ 2500 കിട്ടും. 5000 PV ആണെങ്കിൽ 5000 രൂപയുടെ കിട്ടും. ഇനി അടുത്തൊരു ബെനിഫിറ്റ്, ഇതേ സംഭവം തന്നെ ന്യൂട്രി ചാർജിന്റെയും ഗാമ ഒറൈസനുടെയും കീസോളിന്റെയും ആണ് ചെയ്യുന്നതെങ്കിൽ, അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഡബിൾ കിട്ടും. അതുപോലെ 10,000 PVക്ക് മുകളിൽ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ക്യാഷ് റിവാർഡ് 3000 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ ക്യാഷ് റിവാർഡ് കിട്ടും. ഇതിനൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് അവർ പറഞ്ഞുതരും. ഇതുപോലെ 2% മുതൽ 22% വരെ സെൽഫി PVയുടെ ക്യാഷ് ബാക്ക് കിട്ടും ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ടീമിന്. എങ്ങനെയാലും 2 ഗ്രൂപ്പിലെയും ആളുകൾ, ഒരു വ്യക്തി അവന്റെ വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങിച്ചു, അത് ഇടയ്ക്ക് ഒരു കോൾ വന്നു. ഓക്കെ, ഒരു വ്യക്തി അവന്റെ വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. ഇതേപോലെ തന്നെ ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കുറച്ച് ആളുകളെ അവന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ നടക്കുന്ന പർച്ചേസ്, ഓരോരുത്തരും അവനവന്റെ വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അവിടെ വരുന്നൊരു പർച്ചേസ് വോള്യം PV ഉണ്ടാവും. ഈ PVയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസം 50 ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരമുണ്ട് RCMൽ. ഇത് ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. മന്ത്ലി ബോണസ്, ഇയർലി ബോണസ്, ഓരോ പ്രതിമാസവും കമ്പനിയുടെ ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ടേൺ ഓവറിന്റെ പ്രതിമാസ 1% മന്ത്ലി ബോണസ് ആയിട്ടും പ്രതിവർഷം ഓരോ വർഷവും ഇയർലി ബോണസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ടൂർ പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ തായ്ലൻഡിലേക്ക് ടൂർ പോയ ആളാ, 1 രൂപ ചെലവാക്കാതെ. കമ്പനിയുടെ ഫ്രീ ആയിട്ടുള്ള ടൂറിലേക്ക് ഞാൻ പോകാൻ ഭാഗ്യം കിട്ടിയാളാ ഞാൻ. അതുപോലെ അംഗീകാരങ്ങൾ. ഈ പറഞ്ഞ നേട്ടങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഈ പറഞ്ഞ പർച്ചേസ് വോള്യത്തിലൂടെ MRPയെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിൽപ്പനയിലൂടെയുള്ള നേട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, PVയിലൂടെയുള്ള നേട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏതിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം? ഏതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം. വിൽപ്പനയാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ല PV ആണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? യെസ്, ഉമർ സാർ ടീം വർക്ക് പറയുന്നുണ്ട്. ജമീല മാഡം PV പറയുന്നു. റസീന മാഡം PV പറയുന്നു. സുരേന്ദ്രൻ സാർ PV പറയുന്നു. ജസ്ലീന മാഡം, ഭീമ മാഡം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ
കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ PV ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ RCM ൽ ഒരാൾ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് പണത്തിന്റെ ചെലവൊന്നുമില്ല. വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക, ഉപയോഗിക്കുക, രജിസ്ട്രേഷൻ പ്രൂഫ് കാര്യങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അവരെന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് RCM ൽ ചെയ്യേണ്ടത്? അവർക്ക് PV കിട്ടണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, പ്രതിമാസ വരുമാനം ഉണ്ടാക്കണം, നിലക്കാത്ത പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് പോകണം. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരുമാനം നമ്മുടെ ബാങ്കിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഉപകാരപ്പെടുത്തണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യണം, അവരെന്ത് ചെയ്യണം? ഇവിടെ RCMന്റെ 6 ബേസിക് സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് ഉണ്ട്. 6 ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളും, ലീഡർ ആയിക്കോട്ടെ, തുടക്കക്കാരനായിക്കോട്ടെ, ഏത് വ്യക്തിയും RCMന്റെ ഒരു ഉപഭോക്താവ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഉപഭോക്താവാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് PVയുടെ അടിസ്ഥാനത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇതിലുണ്ട്. 6 പോയിന്റ് ആണ്, അതിൽ 3 പോയിന്റ്. ഏറ്റവും ആദ്യത്തേത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ സക്സസ് ഫോർമുലയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതിന്റെ സിസ്റ്റപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമുക്ക് വിജയിക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ഒരിക്കലും ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നമുക്ക് മനസ്സിലാക്കാനോ അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനോ സാധിക്കില്ല. അപ്പൊ കൃത്യമായ ഉൽപ്പന്നങ്ങൾ, അത് 100% എന്ന് പറഞ്ഞാൽ RCMൽ അവൈലബിൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം RCMൽ നിന്ന് തന്നെ വാങ്ങിച്ചുപയോഗിക്കുക, മറ്റ് ബ്രാൻഡുകൾ ഉപയോഗിക്കാതെ. ഉപയോഗിച്ചാൽ മാത്രം മതിയോ? പോരാ, നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തുക. അതിന് വിൽപ്പന എന്ന അർത്ഥമില്ല. അത് പരിചയപ്പെടുത്തുമ്പോൾ അവിടെ വിൽപ്പന നടക്കും, നമുക്ക് വരുമാനം കിട്ടും. പരിചയപ്പെടുത്തുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡ്രീംസ് ആൻഡ് പ്രോസ്പെക്ട്. പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ചെയ്യണം. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ, ഇന്ന് ഇതിലൊരു പുതിയൊരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്വപ്നങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. നമുക്കൊരു സ്വപ്നങ്ങൾ ഉണ്ടാവും. ഒരു കാറ് വേണം, ഒരു ബൈക്ക് വേണം, അല്ലെങ്കിൽ പിന്നെ ഒരു വീട് വേണം, ഒരു മൊബൈൽ വേണം. ഇങ്ങനെ ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. ഈ സ്വപ്നങ്ങൾ നമ്മൾ എഴുതി വെക്കണം. അത് സ്വപ്നങ്ങളുടെ വീട്, കാറ് ഒന്നും മാത്രം എഴുതി വെക്കാതെ, ഒരു മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ ഏത് മൊബൈൽ വേണം, അതിന് എത്ര രൂപ വേണം, ഇത് എപ്പോ വേണം എന്നുള്ളതൊക്കെ കൃത്യമായി എഴുതി വെക്കുകയാണെങ്കിൽ പഠനങ്ങൾ പറയുന്നു നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നേടാൻ പറ്റുന്നു. അതുപോലെ ഈ നന്മ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കുക, പ്രോസ്പെക്ട്. നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ 100 കണക്കിന് കോണ്ടാക്ട് നമ്പർ നമുക്ക് കാണാൻ പറ്റും. RCM ആരോട് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും പറയാം. പാവപ്പെട്ടവനോടും പറയാം, പണക്കാരനോടും പറയാം, ഡോക്ടേഴ്സിനോട് പറയാം, പോലീസുകാരനോട് പറയാം, എഞ്ചിനീയേഴ്സിനോട് പറയാം, ആരോടും പറയാം. പ്രത്യേക ലിമിറ്റേഷൻ ഒന്നുമില്ല. വ്യക്തമായ ലിസ്റ്റ് തയ്യാറാക്കുക. ചില ആളോട് പറയുന്ന സമയത്ത് അവർ പറയും, സാറേ ഞാന് ഒരുപാട് ആളോട് RCM പറഞ്ഞു, പക്ഷെ എനിക്ക് ആരോട് പറയാനില്ല. ഇത് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങളുടെ ഫോൺ എടുക്കൂ എന്ന് പറയുന്ന സമയത്ത് ഫോണിൽ നോക്കിയാൽ 300, 400, 1000 ഒക്കെ കോണ്ടാക്ട് നമ്പർ കാണാൻ പറ്റും. അപ്പൊ എന്താണ് ലിസ്റ്റിന്റെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ തീർന്നു പോയി എന്ന് തോന്നുന്നവർക്ക് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇനിയും 100 കണക്കിന് ആളുകളെ ഞാൻ ജോയിൻ ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ലിസ്റ്റ് തയ്യാറാക്കണം. ലിസ്റ്റ് തയ്യാറാക്കിയാൽ മാത്രം പോരാ, കോണ്ടാക്ട് ആൻഡ് ഇൻവൈറ്റ്. അവരെ വിളിക്കണം. വിളിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാനൊക്കെ വിളിക്കും. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത്, പുതിയൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിയർ ബൈ ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാമുകൾ അടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഹോം മീറ്റിങ്ങോ അല്ലെങ്കിൽ വീക്ക്ലി മീറ്റിങ്ങോ ഹാൾ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും മന്ത്ലി മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കുറച്ചു കൂടുതൽ അവിടെ പോയാൽ മനസ്സിലാവും.
അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്ട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കേട്ടോ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെടി വാടിപ്പോകുന്നത്. ഇവിടെയാണ് പല ചെടികളും വാടിപ്പോകുന്നത് ഈ 4ാമത്തെ പോയിന്റിലാണ്. ഷോ ദ പ്ലാൻ ആൻഡ് പ്രൊഡക്റ്റ്. ഷോ ദ പ്ലാൻ എന്ന് പറയുമ്പോൾ സേ ദ പ്ലാൻ അല്ല, വായ കൊണ്ട് പറയലല്ല, എഴുതി കാണിച്ചു കൊടുക്കണം. എഴുതി കാണിച്ചു കൊടുക്കണമെങ്കിൽ RCMന്റെ പ്ലാന് നമ്മൾ പഠിക്കണം. 3 ദിവസത്തെ സ്റ്റഡി സെന്റർ നടത്തുന്ന സമയത്ത് കൃത്യമായി 3 ദിവസം പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്ലാൻ പഠിച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അവർക്ക് റിസൾട്ട് ഉണ്ട്. ഒരു സംശയം വേണ്ട. നമ്മൾ കണ്ടു. കഴിഞ്ഞ മാസം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. കണ്ണൂർ ടീമിന് അതിൽ അഭിമാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഷോ ദ പ്ലാൻ. ഈ ഒരു പോയിന്റ് നമ്മുടെ ടീമിന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ബേസിക് സ്റ്റെപ്പാണ്, അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കൃത്യമായി ചെയ്യാത്തൊരു വ്യക്തിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ സാധിക്കില്ല. പ്ലാൻ, ഷോ ദ പ്ലാൻ. പ്ലാൻ എഴുതി കാണിച്ചു കൊടുക്കാൻ പഠിക്കണം. പ്ലാൻ എഴുതി കൊടുക്കണം. ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തണം. RCMന്റെ ജീവനാഡി എന്താന്ന് ചോദിച്ചാൽ വിജയിച്ച ഓരോ ലീഡേഴ്സും പറയും പ്ലാനാണ്. പ്ലാനാണ്. നമ്മൾ പ്ലാൻ പഠിക്കണം. അതിനു വേണ്ടി നിങ്ങൾ മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ എടുത്തോ, അതൊരു നഷ്ടമല്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും പ്ലാൻ എഴുതി പഠിച്ചിട്ട് RCM ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരാള് 10 കൊല്ലം കൊണ്ട് നേടുന്നത് നിങ്ങൾക്ക് പ്ലാൻ അറിയാത്ത വ്യക്തി 10 കൊല്ലം കൊണ്ട് നേടുന്നത് 1 വർഷം കൊണ്ട് നേടാൻ പറ്റും. ഒരു സംശയവും സംശയമില്ല. പ്ലാൻ പഠിക്കണം, എഴുതി പഠിക്കണം. ഈ പ്ലാനൊക്കെ എഴുതി കൊടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഫോളോ അപ്പ്. ഏറ്റവും പ്രധാനം. ഇതേപോലെ അടുത്ത പ്രാധാന്യമുള്ള കാര്യമാണ്. വളരെ സങ്കടം എന്താ ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തിനെ RCM പ്ലാൻ കാണിച്ചു കൊടുക്കാനും പ്രൊഡക്റ്റ് കാണിച്ചു കൊടുക്കാനും നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടൊക്കെ നമ്മൾ പോയി കാണുകയൊക്കെ ചെയ്യും. പക്ഷെ ഫോളോ അപ്പ് നമുക്ക് ഭയങ്കര പ്രശ്നം. അതുവരെ എടുത്ത എഫേർട്ടിന്റെ 1% പോലും ഇല്ല ഫോളോ അപ്പ്. 48 മണിക്കൂറിനുള്ളിൽ ഒന്നുകിൽ അവരെ വിളിക്കണം, അല്ലെങ്കിൽ നേരിട്ട് പോയി കാണണം. നേരിട്ട് പോയി കണ്ടാൽ സക്സസ് എനിക്ക് പറയുന്നത് അവർ ജോയിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട് പോയി കാണുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പ്ലാൻ കൊടുത്ത വ്യക്തി ചിലപ്പോൾ വീട്ടിൽ 1 or 2 പേർക്കായിരിക്കാം. മറ്റ് 2-3 പേർക്ക് ചിലപ്പം പ്ലാൻ അറിയില്ല, RCMനെ കുറിച്ച് അറിയില്ല. ഇത് മണി ചെയിൻ ആണ്, തട്ടിപ്പാണ് എന്നൊക്കെ അവര് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ കേട്ട വ്യക്തി കൺഫ്യൂഷൻ ആവും. കാരണം ഒരാൾ പറയുന്നു നല്ലതാണ്, അത് RCM അറിയുന്ന വ്യക്തിയാണ്. മറ്റേയാൾ പറയുന്നത് ഇത് തട്ടിപ്പാണ്, അയാൾക്ക് RCM അറിയുകയും ചെയ്യില്ല. ഇയാൾ സ്റ്റക്ക് ആവും. പിറ്റേ ദിവസം നമ്മൾ ഫോൺ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും, ഒരുപാട് അനുഭവമുണ്ട്. ഭർത്താവ് പറയുന്നു ജോയിൻ ചെയ്യണ്ട, ഭാര്യ പറയുന്നു ജോയിൻ ചെയ്യണ്ട, അച്ഛൻ പറയുന്നു ജോയിൻ ചെയ്യണ്ട, മക്കള് പറയുന്നു ജോയിൻ ചെയ്യണ്ട. പക്ഷെ ഈ പ്ലാൻ കേട്ടത് ഒരു വ്യക്തിയായിരിക്കും, ബാക്കി ആർക്കും പ്ലാൻ അറിയില്ല, കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ നേരിട്ട് പോയി കാണുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ ഫാമിലിയെ അവിടെ ഇരുത്തിക്കൊണ്ട് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അടുത്തതാണ് ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരാൻ, അല്ലെങ്കിൽ നമുക്ക് വളരാൻ വേണ്ട പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. കംപ്ലീറ്റ് ദ ജോയിനിങ് പ്രോസസ്. ജോയിനിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ ബാക്കി ആളുകൾ മറന്നുപോയി. ആൾക്കാർ ജോയിൻ ചെയ്യും, പക്ഷെ ഇതിന്റെ പകുതി മറന്നുപോയി. ബേസിക് സ്റ്റെപ്പിലെ സ്റ്റാർട്ട് വിത്ത് 6 ബേസിക്സ്. സ്റ്റാർട്ട് വിത്ത് 6 ബേസിക്സ്. ഈ പറഞ്ഞ 6 കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു പുതിയ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അയാളെ കൊണ്ട് ഇത് ചെയ്യിക്കുകയും ചെയ്യണം. അതാണ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ. വണ്ടി വാങ്ങിക്കലല്ല, വണ്ടി കീ ഇട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാറ് വാങ്ങിച്ച് മുറ്റത്ത് വെച്ചിട്ട് കാര്യമില്ല, അത് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ ഓടൂ. ഒരാളെ ജോയിൻ ചെയ്തുകൊണ്ട് കാര്യമില്ല, അത് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? അവർക്ക് പ്ലാൻ പഠിപ്പിച്ചു കൊടുക്കണം. അതിനാണ് സ്റ്റഡി സെന്റർ. ഒരു പുതിയൊരു വ്യക്തി ജോയിൻ ചെയ്താൽ അവരെ സ്റ്റഡി സെന്ററിൽ ഉൾപ്പെടുത്തുക, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആര് പഠിപ്പിച്ചു കൊടുക്കണം? അവരുടെ ഇമ്മീഡിയറ്റ് അപ്ലൈൻ ലീഡർ ആരാണോ അവർ പഠിപ്പിച്ചു കൊടുക്കണം. ഇമ്മീഡിയറ്റ് അപ്ലൈൻ ലീഡർ ഓരോരുത്തരും പഠിക്കണം. എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തി ബിഗിനർ ആവുന്നതിന് മുമ്പ് അയാൾ RCMന്റെ പ്ലാൻ പഠിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അയാൾ RCMന്റെ 6 ബേസിക് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് ബിഗിനർ ആവണം, എന്നിട്ട് സ്റ്റാർട്ടർ ആവണം, എന്നിട്ട് ഓപ്പണർ ആവണം. ആ വ്യക്തി ഒരിക്കലും തളരില്ല. കാരണം ആയുധം മൂർച്ചയുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൂടി റിപ്പീറ്റ് ചെയ്യാം. പ്ലാന് പഠിക്കുക എന്നത്
ബേസിക് സ്റ്റെപ്പിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലാൻ എഴുതി തന്നെ കാണിച്ചു കൊടുക്കുക എന്നതും പ്രാധാന്യമുള്ള കാര്യമാണ്. പ്ലാൻ പറയരുത്, വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എഴുതി കൊടുക്കണം, എഴുതാൻ പഠിക്കണം. ഉൽപ്പന്നങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് പ്രധാനമുള്ളതാണ്. RCMന്റെ പേസ്റ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് RCMന്റെ പേസ്റ്റ് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിൽ വാണിംഗ് ഇല്ല സാർ ഒന്ന് നോക്കിക്കോളൂന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന്റെ റേറ്റും കാണിച്ചു കൊടുത്താൽ അയാൾ ഉൽപ്പന്നം വാങ്ങിക്കും. ജോയിനിങ് ആവുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഫോളോ അപ്പ്. ജോയിനിങ് ആയാലും ഇത് വേണം. ഏറ്റവും പ്രാധാന്യമാണ് 6 ബേസിക് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് കോർ സ്റ്റെപ്പാണ്. നമ്മള് ടീമില് ബേസിക് സ്റ്റെപ്പ് പഠിപ്പിക്കും, കോർ സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 6 ബേസിക് സ്റ്റെപ്പ് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാത്തൊരു വ്യക്തി കോർ സ്റ്റെപ്പിലേക്ക് പോയത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. 6 ബേസിക് സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞ ബേസിക് സ്റ്റെപ്പ് കൃത്യമായി ചെയ്യാതെ എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാൻ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പ്ലാൻ പഠിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോർ സ്റ്റെപ്പിൽ പോയി എന്ന് വെച്ചിട്ട് അയാൾക്ക് അതിൽ സക്സസ് ആവാൻ വേഗത കുറയും. സക്സസ് ആവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വേഗത വളരെ കുറവായിരിക്കും. ഒരു 2-3 കൊല്ലം കൊണ്ടേക്കായിരിക്കും ചിലപ്പോൾ ആ വ്യക്തി പ്ലാൻ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ പ്ലാൻ മാക്സിമം പഠിക്കുക. 8 കോർ സ്റ്റെപ്പ് പ്ലാൻ ഒക്കെ പഠിച്ചു, 6 ബേസിക് സ്റ്റെപ്പ് ഒക്കെ മനസ്സിലാക്കി, നമ്മൾ ജോയിന്റ് കൊണ്ടുവന്ന ആളെ കൊണ്ട് ബേസിക് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞ് പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പണർ ഒക്കെ ആകുന്ന സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർ സ്റ്റെപ്പിലേക്കൊക്കെ വരുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. കോർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സെറ്റ് യുവർ ഗോൾ. ലക്ഷ്യങ്ങൾ. ഓരോ മാസവും നമുക്ക് ലക്ഷ്യം വേണം, ഓരോ ദിവസവും ലക്ഷ്യം വേണം, ഓരോ ദിവസവും ലക്ഷ്യം വേണം. ഇതിൽ ഡയമണ്ട് ആവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ലക്ഷ്യമുണ്ട്? ഡയമണ്ട് ആവണം എന്നുള്ള ആഗ്രഹം എത്ര പേർക്കുണ്ട്? ഒന്ന് കമന്റ് ചെയ്യോ. എനിക്ക് ഡയമണ്ട് ആവണം, എന്റെ ലക്ഷ്യം ഡയമണ്ട് ആവാൻ വേണ്ടിയിട്ടാണ്, പ്രതിമാസം ഒരു 25 ലക്ഷം രൂപ വരുമാനമെങ്കിലും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, റസീന മാഡം, ഉമ്മർ സാറ്, ഷെരീഫ മാഡം ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഡയമണ്ട് ആവണം എന്നുള്ള ആഗ്രഹം നമുക്കൊക്കെ ഉണ്ട് അല്ലെ? ഈ മാസത്തെ നമ്മുടെ ലക്ഷ്യം എന്താ? ഈ മാസം എന്താവാനാണ് നമ്മൾ തീരുമാനം എടുത്ത ആളൊന്ന് കമന്റ് ചെയ്ത്. ഈ മാസം ഞാൻ ഇന്ന പിന്നെ അച്ചീവ്മെന്റ് ഞാൻ തീരുമാനം എടുത്തു, ഈ മാസം ഞാൻ ഇന്ന പിന്നിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എന്താ ഈ മാസം നമ്മുടെ ഗോള്? പറയൂ, കമന്റ് ചെയ്യൂ. യെസ്, ഉമ്മർ സാറു പ്ലാറ്റിനം, വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ, നിങ്ങൾ പ്ലാറ്റിനം ആവും. യെസ്, ജമീല മാഡം ഈഗിള്, റസീന മാഡം റണ്ണർ. എനിക്ക് പറയാനുള്ളത് ഈ മാസത്തെ നമ്മുടെ ഗോള് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ദിവസം പ്ലാനിങ്ങോടുകൂടി ചെയ്ത എത്ര പേരുണ്ട്? യെസ്, നസീമ മാഡം റണ്ണർ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനമെടുത്ത, ഗോൾ സെറ്റ് ചെയ്ത എത്ര പേര് നമ്മുടെ കൂടെ ഉണ്ട്, ഈ പ്രോഗ്രാമിലുണ്ട്? യെസ്, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് പഴച്ചു പോകുന്നത്. നമ്മുടെ 10-30 വർഷത്തിന് ശേഷം ഡയമണ്ട് ആവേണ്ടതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും? തീരുമാനം എടുക്കും. ഓക്കെ, 10-30 അല്ലെങ്കിൽ 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ട് ഒരു ഡയമണ്ട് ആവണമെന്നുള്ള തീരുമാനം നമ്മൾ എടുക്കും. ഒരു 2-3 വർഷത്തിന് ശേഷം ഒരു സ്റ്റാറോ റോയൽറ്റിയോ ടെക്നിക്കലോ ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനം എടുക്കും. ഈ ഒരു മാസം കൊണ്ട് ഈഗിൾ ആവണം, റണ്ണർ ആവണം, പ്ലാറ്റിനം ആവണം, സ്റ്റാർ പ്ലാറ്റിനം ആവണം, അല്ലെങ്കിൽ ബിഗിനർ ആവണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കും. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കൂല. അവിടെയാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യണം. എങ്ങനെ സെറ്റ് ചെയ്യണം? വർഷത്തിന്റെയും സെറ്റ് ചെയ്യണം, മാസത്തിന്റെയും സെറ്റ് ചെയ്യണം, ദിവസത്തിന്റെയും സെറ്റ് ചെയ്യണം. ഷോ മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. ഒരാഴ്ചയിൽ കുറഞ്ഞത് 5 പ്ലാൻ എങ്കിലും കാണിക്കുക എന്നുള്ളത്. 5 പ്ലാൻ എങ്കിലും കാണിക്കുക. നിലവില് ദിവസവും 4, 5, 6 പ്ലാൻ കാണിക്കുന്ന ലീഡർമാർ നമ്മുടെ കൂടെ ഉണ്ട് ഓരോ ദിവസം. എത്ര സിമ്പിളാ നോക്കിയേ. 5 പേർക്കെങ്കിലും പ്ലാൻ എഴുതി കാണിച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് RCMല്. റീറ്റെയിൽ മിനിമം 5000 PV ഇൻ എ മന്ത്. ഒരു മാസം 5000 PVയുടെ ലഘു വ്യാപാരം നടത്തുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 5000 PV സ്വന്തം ഐഡിയിൽ അടിച്ചിട്ട് വീട്ടിൽ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം.
5000 PV സ്വന്തം പേരിൽ വാങ്ങിക്കുന്ന വ്യക്തി അത് ലഘു വ്യാപാരം വിൽപ്പന ചെയ്യണം, വ്യാപാരം നടത്തണം. എത്ര പേര് 5000 PV ചെയ്യുന്നുണ്ട്? കമന്റ് ചെയ്തിട്ടുള്ളൂ. 5000 PV എല്ലാ മാസവും ഞാൻ 5000 PV ചെയ്യുന്നു. അവര് ഈ കോർ സ്റ്റെപ്പിന്റെ ഈ ഒരു സ്റ്റെപ്പിന്റെ ഭാഗമാണ്, ഈ ഒരു സക്സസ് ഫോർമുലയുടെ ഭാഗം അത്. 5000 PV ചെയ്യാന്നുള്ളത്, അത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതല്ല, വിൽപ്പന ചെയ്യുക. യെസ്, ഉമർ സാർ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പവർഫുൾ ലീഡറാണ്. ഓക്കെ, ഓരോരുത്തരും. രാജീവൻ സാർ, യെസ്. അപ്പോ ഇനി അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഓഡിയോ ഓർ വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്ക് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് ഡേ. നമ്മള് യൂട്യൂബിൽ വീഡിയോസ് കാണും, പാട്ടുകൾ കേൾക്കും, ഇൻസ്റ്റാഗ്രാമില് പിന്നെ ഇതുപോലെ വീഡിയോസും പാട്ടുകൾ കേൾക്കും, മറ്റ് ഫേസ്ബുക്കിൽ പല പല പോസ്റ്റുകളും പിന്നെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കാണും, കേൾക്കും. പക്ഷേ ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും RCMന്റെ ബുക്ക് വായിക്കുന്ന എത്ര പേരുണ്ട്? ഓരോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും ഒരു RCMന്റെ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട്? ഓഡിയോ കേൾക്കുന്ന എത്ര പേരുണ്ട്? അവിടെയാണ് നമുക്ക് സക്സസ്. അത് ഡെയിലി ചെയ്യണം. ഇതിന് ലീഡർ വിളിച്ച് പറയണ്ട, ഇന്ന് വീഡിയോ കേട്ടോ, ഇന്ന് ഓഡിയോ കേട്ടോ, ഇന്ന് നിങ്ങൾ എന്തെങ്കിലും വായിച്ചോ, പറയണ്ട. അവനവൻ ചെയ്യേണ്ട കാര്യമാണ്. RCMന്റെ ബുക്ക്, പ്ലാൻ ബുക്ക് ഉണ്ടോ? ഡെയിലി ഒരു പേജ് വെച്ച് വായിക്കൂ, ഒരു അരമണിക്കൂർ. അതിനെക്കുറിച്ച് ചിന്തിക്കൂ, അതിനെക്കുറിച്ച് എഴുതി നോക്കൂ, കാര്യങ്ങൾ വ്യക്തമാവും. 8 കോർ സ്റ്റെപ്പിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അടുത്ത 5ാമത്തെ പോയിന്റ്, അറ്റൻഡ് മിനിമം 1 RCM യുണീക് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോഗ്രാം ഇൻ എ മന്ത്. ഒരു UES വരുന്ന യുണീക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു വലിയ വലിയ ലീഡേഴ്സിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം, ഒരു വലിയ പ്രോഗ്രാം ഒരു മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ പങ്കെടുക്കണം. അത് നമുക്ക് തരുന്ന എനർജി, ആവേശം, അത് വേറെ ലെവലാണ്. അത് പങ്കെടുക്കുന്ന ആൾക്കേ മനസ്സിലാവും. ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാതെ ചില ആളുകളുണ്ട്, ലീഡേഴ്സിനെ നിരന്തരം ശല്യപ്പെടുത്തും ചോദ്യം ചോദിച്ചിട്ട്. ഒരു മീറ്റിംഗിലും പങ്കെടുക്കില്ല, ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കില്ല. അവരുടെ സംശയങ്ങൾ മുഴുവൻ ലീഡർ തീർത്തു കൊടുക്കണം. നടക്കുന്ന കാര്യമാണ് ഇത് വല്ലതും? ഒരു വ്യക്തിക്ക് എത്ര പേരെ മാനേജ് ചെയ്യാൻ പറ്റും? പക്ഷെ നേരെ മറിച്ച് നമ്മൾ സ്ഥിരമായി മീറ്റിങ്ങുകൾ പങ്കെടുക്കുക. സൂം മീറ്റിംഗ് ഫ്രീ ആണ്. ഇപ്പൊ ഈ നടക്കുന്ന പ്രോഗ്രാം വളരെ ഫ്രീ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. പണമൊന്നും ആരോടും വാങ്ങിക്കുന്നില്ലല്ലോ, അല്ലെ? 27 പകരം 100 പേർക്ക് ഇതിൽ പങ്കെടുക്കാം. 27 ആൾക്ക് പകരം ഫ്രീ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ പങ്കെടുക്കും. പക്ഷെ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സംശയങ്ങൾ അവിടെ ക്ലിയർ ആവും. നമ്മൾ മറ്റൊരു വ്യക്തിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഇത്തരം പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അടുത്ത പോയിന്റ്, 6ാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഈ 6ാമത്തെ പോയിന്റ് ചെയ്യുന്ന ആള് RCMൽ പടക്കുതിരയായിരിക്കും, ഒരു സംശയവും വേണ്ട. 6ാമത്തെ പോയിന്റ്, കൗൺസിൽ വിത്ത് യുവർ ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ് ആൻഡ് ഗ്രോയിങ് അപ്ലൈൻ ഇൻ സ്റ്റാർട്ട് ഓഫ് ദ മന്ത്. ഒരു മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് സ്നേഹമുള്ള, RCMലെ ആക്റ്റീവ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ രക്ഷപ്പെടണം, നന്നായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളൊരു അപ്ലൈൻ ലീഡർ ഉണ്ടാവും. അതാരും ആവാം. അത് നമുക്ക് ഡയമണ്ട് വരെ പോവാം. അത് ഇന്നയാളെന്നുള്ള ഒരു ഇതൊന്നുമില്ല. ആരോടും നമുക്ക് കൗൺസിലിംഗ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു സജീവമായ അപ്ലൈൻ ലീഡറുടെ അടുത്തിരുന്നു കൊണ്ട്, അദ്ദേഹത്തിനെ കാണാൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്ന്, ഈ മാസം ഞാൻ എന്ത് ചെയ്യണം, എന്റെ ടീമിന്റെ അവസ്ഥ ഇതാണ്, എന്റെ ടീം A സൈഡ് ഇങ്ങനെയാണ്, B സൈഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ ഇങ്ങനെയാണ് ബിസിനസ് നടക്കുന്നത്, ഇങ്ങനെയാണ് സംഭവം, ഞാൻ ഇനി എന്ത് ചെയ്യണം, എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണം, എന്റെ ടീമിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം, എന്റെ ടീമിൽ എനിക്ക് സ്റ്റാർ വരണം, എന്റെ ടീമിൽ റോയൽറ്റി വരണം, എന്റെ ടീമിൽ ബിഗിനർ വരണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുള്ള ഈ ഒരു കൗൺസിലിംഗ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ വേഗത കുറയും. ഇത് ചെയ്യുന്ന ആളുകൾ വളരെ തുച്ഛമാണ്. ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഉള്ളവർക്ക് കമന്റ് ചെയ്യാം. ഞാനിത് കമന്റ് ചെയ്യാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ്. ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാനുള്ള പ്രചോദനമായിരിക്കണം നമ്മുടെ ഓരോ മെസ്സേജുകളും. യെസ്, ഉമ്മർ സാർ എല്ലാത്തിനും ഫസ്റ്റ് യെസ് പറയുന്നു. വളരെ സന്തോഷം. അപ്പൊ അത് നമ്മുടെ ഓരോ വാക്കുകളും, നമ്മുടെ ഓരോ ആക്ഷൻ പോലും മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കണം. ഇത് ചെയ്യണം, കൗൺസിലിംഗ് ചെയ്യണം. വളരെ തുച്ഛ ആളുകളെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അവിടെ റിസൾട്ട് കുറയുന്നത്. അതിന് നമുക്ക് സമയം കണ്ടെത്തേണ്ടി വരും. 1-ാം തീയതി ചെയ്യണം. 10-ാം തീയതിയോ 30-ാം തീയതിയോ അല്ല ചെയ്യേണ്ടത്, 1-ാം തീയതി ചെയ്യണം. 7ാമത്തെ പോയിന്റ്, ബി അക്കൗണ്ടബിൾ ആൻഡ് കൺസിസ്റ്റന്റ്. ഉത്തരവാദിത്തവും സ്ഥിരതയുള്ളവരായിരിക്കണം. എന്താ ഉത്തരവാദിത്തം?
എല്ലാം എന്റെ അപ്ലൈൻ ചെയ്യട്ടെ, എന്റെ അപ്ലൈൻ ചെയ്യും എല്ലാ കാര്യങ്ങളും, ഇത് അയാൾ ചെയ്യട്ടെ, അയാളുടെ ബിസിനസ് അല്ലേ എന്നുള്ള ഒരു ബോധമാണ് നമുക്കെങ്കിൽ ഒരിക്കലും ഇതിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. മേ മാലിക് ഹൂം എന്നൊരു പിന്നെ പോയിന്റ് നമ്മുടെ മുമ്പിൽ മൂർത്തി സാറും എല്ലാ ലീഡേഴ്സും നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട്. എന്താ മേ മാലിക് ഹൂം? ഈ കമ്പനിയുടെ ഓണർ ആരാന്ന് ചോദിച്ചാൽ ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ, നമ്മളല്ല, ഞാൻ. അപ്പൊ എന്റെ കമ്പനിയുടെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കണം? എന്തിനു ഒറ്റയാൾ ഏറ്റെടുക്കണം? ഞാൻ ഏറ്റെടുക്കണം. എന്റെ ബിസിനസിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എന്റെ വരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എന്റെ ടീമിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. ഒരാളെയെങ്കിലും ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. അത് വേറൊരാളല്ല ഏറ്റെടുക്കേണ്ടത്. എന്റെ മക്കളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടത്, എന്റെ രക്ഷിതാക്കളല്ല. സ്ഥിരതയുള്ളവരായിരിക്കണം. സ്ഥിരത ദിവസവും നമ്മൾ അതിൽ ഉണ്ടായിരിക്കണം, സ്ഥിരമായിരിക്കണം. ഇന്ന് കണ്ടയാളെ അടുത്ത മാസം കഴിഞ്ഞിട്ടല്ല കാണേണ്ടത്. ഇന്ന് കണ്ടയാളെ എല്ലാ ദിവസവും വാട്സാപ്പിൽ കാണണം, ഗ്രൂപ്പുകളിൽ നമ്മൾ കാണണം, ഗ്രൂപ്പുകളിൽ നമ്മുടെ കമന്റുകൾ വരണം, ഗ്രൂപ്പുകളിൽ നമ്മുടെ പോസ്റ്റുകൾ വരണം, നമ്മുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗ്രൂപ്പിന്റെ ടീമിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പോസ്റ്റ് വരണം. എന്തിനാ? അതതിന്റെ സിസ്റ്റമാണ്. അപ്പൊ സ്ഥിരതയുള്ളവരായിരിക്കണം. അടുത്ത പോയിന്റ് ഞാൻ 6 ബേസിക് സ്റ്റെപ്പിൽ പ്ലാൻ പഠിക്കാൻ പറഞ്ഞ അതേ അർത്ഥത്തിൽ വരുന്ന പോയിന്റ് ആണ് ലേൺ, ടീച്ച് ആൻഡ് ടീച്ച് ടു ഡ്യൂപ്ലിക്കേറ്റ്. എന്ന് പറഞ്ഞാല് നമ്മൾ പഠിക്കാദ്യം RCMന്റെ പ്ലാൻ എന്താണ്, RCM എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റമായിരിക്കും ഈ ബിസിനസ് കൊണ്ടുവരുന്നത്, ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ വന്നാൽ എന്താണ് നേടാൻ പറ്റുക, അയാൾ ഒരു ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ അയാൾക്ക് എന്താണ് കിട്ടുക, അയാൾ ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് എന്താണ് കിട്ടുക എന്ന് പഠിക്കണം. നമ്മൾ പഠിക്കണം ആദ്യം. എന്നിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ആർക്കാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ കൂടെ 100 പേര് ഉണ്ടാവണമെന്ന ഒരു നിർബന്ധം വേണ്ട. നമ്മൾ എന്റെ ടീമിൽ ചിലർ പറയും, സാറേ എന്റെ ടീമിൽ 2 പേരേ ഉള്ളൂ. ഈ 2 പേരെ ഡയമണ്ട് ആക്കിയാൽ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആയി. എന്റെ കൂടെ വന്ന 2 പേരെ ഡയമണ്ട് ആക്കി അവർക്ക് 25 ലക്ഷം രൂപ വരുമാനം നേടിക്കൊടുത്താൽ എനിക്ക് 50 ലക്ഷം രൂപ വരുമാനം കിട്ടി, ഞാൻ സ്റ്റാർ ഡയമണ്ട് ആയി. 2 പേരെ പഠിപ്പിച്ചാൽ മതി. 100 പേരെ പഠിപ്പിച്ചാലേ ഡയമണ്ട് ആവുന്ന ആരാ പറഞ്ഞത്? ഈ പഠിപ്പിച്ച 2 പേര് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തനാക്കി എടുക്കുക. പഠിപ്പിക്കുക. ഇതിന്റെ തനി പകർപ്പ് ചെയ്യുക. ഡ്യൂപ്ലിക്കേഷൻ. ഇതൊരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. അപ്ലൈൻ എന്താണോ ചെയ്യുന്നത്, ഇതിൽ വിജയിച്ച വ്യക്തി എന്താണോ ചെയ്യുന്നത്, അത് നിങ്ങൾ നോക്കി കോപ്പി അടിക്കാൻ പഠിക്കണം. കോപ്പി അടിക്കാനും അത്യാവശ്യം ഒരു ക്വാളിറ്റി വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലർക്കും കോപ്പി അടിക്കാൻ പോലും അറിയില്ല, അല്ലേ? കോപ്പി അടിക്കാൻ പോലും ആൾക്കാർക്ക് അറിയില്ല. എന്തൊരു കഷ്ടമാണ് നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ. കോപ്പി അടിക്കാനെങ്കിലുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം. അതിനെങ്കിലും നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ: ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. ഒരാഴ്ചയിൽ 5 പേർക്കെങ്കിലും മിനിമം പ്ലാൻ എഴുതി കാണിക്കണം. ആരെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ ആരെങ്കിലും എനിക്ക് വരുമാനം വരുന്നില്ല, എനിക്ക് ജോയിനിങ് കിട്ടുന്നില്ല, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ചോദ്യമേ അയാളോട് ചോദിക്കേണ്ടുള്ളൂ: നിങ്ങൾ പ്ലാൻ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്ലാൻ ആർക്കെങ്കിലും എഴുതി കൊടുക്കാറുണ്ടോ? ഈ 2 ചോദ്യത്തിനും അയാളുടെ ഉത്തരം നോ ആയിരിക്കും. ഒരു സംശയം വേണ്ട. അയാൾ പ്ലാൻ പറയുന്നുണ്ടാവും, പക്ഷെ പ്ലാൻ എഴുതുന്നുണ്ടാവില്ല. അപ്പോ ഇതിന് നോ ആണെങ്കിൽ അയാളോട് പറയാ, ഇത് രണ്ടും എന്ന് നിങ്ങൾ യെസ് ആക്കുന്നോ അന്ന് നിങ്ങളുടെ തലവറ മാറും, നിങ്ങളുടെ ജീവിതം മാറും. 5000 PV എങ്കിലും എല്ലാ മാസവും പർച്ചേസ് ചെയ്ത് വിൽപ്പന നടത്തണം. 5000 PV ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിലിരിക്കുകയല്ല വേണ്ടത്. 5000 PVയുടെ ഉൽപ്പന്നം വാങ്ങിച്ചാൽ ഒരു 2500 PV എങ്കിലും സെയിൽ ചെയ്യണം. എങ്ങനെ സെയിൽ ചെയ്യണം? നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് 2 പേർക്ക് ഉൽപ്പന്നം കൊടുക്കണം, നമ്മൾ പോകുന്ന ബസ്സിൽ പരിചയപ്പെടുത്തുന്ന 2 പേർക്ക് ഉൽപ്പന്നം കൊടുക്കണം, നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പോൾ കാണുന്ന 2 പേർക്ക് ഉൽപ്പന്നം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാഗിൽ ഈ സാധനം വേണം. എല്ലാ മാസവും ഒരു വലിയ പ്രോഗ്രാമെങ്കിലും പങ്കെടുക്കണം. മാസത്തിന്റെ തുടക്കത്തിൽ അപ്ലൈൻ ലീഡറുടെ അടുത്തിരുന്ന് കൗൺസിലിംഗ് ചെയ്യണം. എങ്ങനെയുള്ള അപ്ലൈൻ? ആക്റ്റീവ്, എഫക്റ്റീവ്, കെയറിംഗ് ആൻഡ് ഗ്രോയിങ് ആയിട്ടുള്ള അപ്ലൈൻ ലീഡറുടെ അടുത്തായിരിക്കണം പോകേണ്ടത്. ഉത്തരവാദിത്വവും സ്ഥിരതയും വേണം. പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാവണം. ഇങ്ങനെ തയ്യാറാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബിസിനസിന്റെ കോർ സ്റ്റെപ്പിലേക്ക്, കോർ ലെവലിലേക്ക് അവർ വരും. ഒരു സംശയവും വേണ്ട. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അടുത്ത കാര്യം, ഇതുവരെ നമ്മൾ എന്ത് ചെയ്താൽ ബിസിനസ് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എന്ത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ സക്സസ് ആവാം. ചെയ്യുന്നതിനേക്കാൾ നമുക്കിഷ്ടം ചെയ്യാതിരിക്കാനാണ്, അല്ലെ? ഒരു എന്ത് കാര്യവും ചെയ്യുന്നതിനേക്കാൾ നമുക്കിഷ്ടം
ചെയ്യാതിരിക്കാനാണ്. പക്ഷെ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ അധികവും ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ജീവിതമൊക്കെ വളരെ കോമഡിയാണ്. ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ നമുക്കറിയില്ല നമ്മൾ അതാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു ഒരു എന്താണ് ഒരു ബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളായിരിക്കണം മുന്നോട്ടേക്ക്. നെവർ അപ്ലൈ എനി ന്യൂ ഐഡിയ വിത്തൗട്ട് കൺസെന്റ് ഓഫ് ദ സിസ്റ്റം. RCMന്റെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു പുതിയ ആശയവും നമ്മൾ പ്രയോഗിക്കരുത്. എന്ത് കാര്യമുണ്ടെങ്കിലും അപ്ലൈനുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ എന്ത് പുതിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ആക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിംഗ് ആയിട്ടുള്ള അപ്ലൈനുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് നല്ലതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സിസ്റ്റം അവർ ഇതിനു മുമ്പ് ചെയ്ത് പരാജയപ്പെട്ടതായിരിക്കാം, അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ചവരായിരിക്കാം. അപ്പൊ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ, ഇവിടെയാണ് പലപ്പോഴും ലീഡർമാർ പോലും തളർന്നു പോകുന്നത്. നെവർ പാസ് നെഗറ്റിവിറ്റി ടു ഡൗൺലൈൻ ആൻഡ് ക്രോസ് ലൈൻ. ഡൗൺലൈനോട് അല്ലെങ്കിൽ ക്രോസ് ലൈനോട് നെഗറ്റീവ് പാസ് ചെയ്യരുത്. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് നെഗറ്റീവ്? ഇത് നമ്മൾ ആദ്യം പഠിക്കണം. ആളുകളോട് നെഗറ്റീവ് പറയരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ വോയിസ്, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഊർജം പകരുന്നതായിരിക്കണം, നിങ്ങൾക്ക് ആവേശം പകരുന്നതായിരിക്കണം, നിങ്ങൾക്ക് സന്തോഷം പകരുന്നതായിരിക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള വാക്കുകളും അതുപോലെയുള്ള വോയിസ് മോഡുലേഷൻസും ആയിരിക്കണം എന്നിൽ നിന്ന് വരേണ്ടത്. അത് പോസിറ്റീവാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണോ അതാണ് നെഗറ്റീവ്. ഇതിനെ ഞാൻ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടെ വന്ന ആളുകളോടും മറ്റ് ലീഡേഴ്സിന്റെ കൂടെ വന്ന ആളുകളോടും ക്രോസ് ലൈൻ, അവനവന്റെ ഗ്രൂപ്പിൽ ഇല്ലാത്ത മുഴുവൻ ആളുകളും നിങ്ങൾക്ക് ക്രോസ് ലൈനാണ്, അപ്ലൈൻ ഒഴികെ. രണ്ടുപേരോടും നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് സംസാരിക്കുക. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം, അത് ശരിയില്ല, ഇത് ശരിയല്ല, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല, ഈ സിസ്റ്റം മോശമാണ്, അത് അങ്ങനെ ആയാൽ എന്തായിരുന്നു, ഈ കമ്പനി വേണ്ട, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ്, ഇതിങ്ങനെ നമ്മൾ പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന വ്യക്തി നമ്മളല്ലേ, ആദ്യം നമ്മുടെ മനസ്സല്ലേ അത് ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നമ്മളെയാണോ, ഇത് നമ്മൾ പറയുന്ന കേൾക്കുന്ന വ്യക്തിയാണോ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മൾ എന്ത് നെഗറ്റീവ് പറയുമ്പോഴും നെഗറ്റീവ് വരും, മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് വരും. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുക, ഞാൻ ഈ പറയുന്നത് കൊണ്ട് കേൾക്കുന്നയാൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക, കേൾക്കുന്നയാൾക്ക് ഇതുകൊണ്ട് നേട്ടമാണോ ഉണ്ടാവുക, അവൻ എനർജിയാണോ ഉണ്ടാവുക, അവൻ നാളെ RCMൽ വളരെ ഊർജത്തോടു കൂടി പ്രവർത്തിക്കുകയാണോ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന വാക്ക് നമുക്കും കൂടി ആ നേട്ടമുണ്ടാക്കി തരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, നെവർ മെസ്സപ്പ് വിത്ത് എനിബഡീസ് മണി, ഈഗോ ആൻഡ് ഫാമിലി. ഇത് RCM എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആളുകളെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ബിസിനസ്സാണ്. പല മതക്കാരുണ്ടാവും, പല ചിന്തക്കാരുണ്ടാവും, മതമുള്ളവനുണ്ടാവും, ഇല്ലാത്തവനുണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, പല പല രാഷ്ട്രീയം ഉണ്ടാവും, പല പല ചിന്തകൾ ഉണ്ടാവും. ഒരു കുടുംബത്തിൽ 5 പേരാണെങ്കിൽ 5 ചിന്താഗതിക്കാരല്ലേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ ആളുകളിൽ നിന്നുണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തി അങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ വ്യക്തിപരമായിട്ട് എടുക്കുന്നത് കൊണ്ട് പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായിട്ട് എടുക്കരുത്, എല്ലാത്തിനെയും ബിസിനസ് പരമായിട്ട് എടുക്കുക, വ്യക്തിപരമായിട്ട് എടുക്കരുത്, പ്രൊഫഷണൽ ആയിട്ട് എടുക്കുക. എന്തും നെഗറ്റീവ് പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ആക്ഷേപിച്ചാലും എന്ത് ചെയ്താലും അതൊരു വ്യക്തിയോടുള്ള പ്രശ്നമായിട്ട് നമ്മൾ കാണരുത്. എല്ലാ കാര്യത്തെയും ഒരു എന്താണ് ഒരു മിതമായ രീതിയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരോട് നമ്മൾ മറ്റുള്ളവരുടെ സമ്പത്ത് നശിപ്പിക്കാനോ, അതേപോലെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനം, സ്വാർത്ഥത, ആ വ്യക്തിയുടെ ഇമേജ് ഒക്കെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, ചിലരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചിലർ പോയിട്ട് ചോദിക്കും, എന്താ നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, നിങ്ങൾ ഇങ്ങനെ പ്രശ്നമാണോ, അതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാം, അതിൽ ഇടപെട്ട് പിന്നെ അവസാനം ആ കുടുംബം ഉള്ളതും കൂടി മോശമാവും. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. നമ്മൾ ഇവിടെ വന്നത് ബിസിനസ് ചെയ്യാനാണ്, ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, ഒരിക്കലും വിമർശിക്കരുത്, അപലപിക്കരുത്, പരാതിപ്പെടരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്, കാര്യങ്ങളെ കണ്ടം ചെയ്യരുത്, കംപ്ലൈന്റ് ചെയ്യരുത്, പരാതിപ്പെടരുത്.
ഇത് വളരെ രസമാണ്. നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതി പെട്ടിയാണ്, നമ്മുടെ വിമർശനത്തിന്റെ പെട്ടിയാണ് അപ്ലൈൻ ലീഡർ, അല്ലേ? ഒന്നും അറിയാതിരുന്ന ഒരവസ്ഥയിൽ RCM എന്താണെന്ന് അറിയില്ല, ഇതിന്റെ അവസരം നമുക്കറിയില്ല, ഇതിൽ വരുമാനം ഉണ്ടോ നമുക്കറിയില്ല, ഇതിൽ നേട്ടങ്ങളുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ പുറകെ നടന്ന് 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 നമ്മളെ മീറ്റിംഗിൽ പങ്കെടുപ്പിച്ചു, വിളിച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നു, പ്ലാന് പഠിപ്പിച്ചു തന്നു, ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നു, ഇതിന്റെ വരുമാന രീതികൾ പഠിപ്പിച്ചു തന്നു. ചിലപ്പോൾ നമ്മളോട് ചൂടായിട്ടുണ്ടാവും, നമ്മൾ പഠിക്കാത്തത് കൊണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ വിമർശനം തുടങ്ങും. കമ്പനിയെ വിമർശിക്കാൻ തുടങ്ങും, ചിലർ പ്ലാനിനെ വിമർശിക്കും, അപ്ലൈൻ ലീഡറെ വിമർശിക്കും, പരാതിപ്പെടും, എല്ലാം പരാതി. ഇവിടെ നമ്മുടെ ബിസിനസിന്റെ ഓണർ നമ്മളാണ്, അവനവനാണ്. ഞാനൊരു കമ്പനി ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങിയാൽ ഞാൻ ആരോ അതാ പോയിട്ട് പരാതിപ്പെടേണ്ടത്? ഞാൻ ആരോ വിമർശിക്കേണ്ടത്? എന്റെ ബിസിനസ് മോശമാണെങ്കിൽ ആരോടാ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാനൊരു 10-20 ലക്ഷം രൂപ മുടക്കി ഒരു കമ്പനി, സ്വന്തം കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിയിൽ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ ആരെയാ കുറ്റപ്പെടുത്തേണ്ടത്? എന്റെ കമ്പനിയിൽ ഒരു വിഷയം സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കും. ആരെക്കുറിച്ചും കുറ്റപ്പെടുത്താതിരിക്കുക, ആരെയും വിമർശിക്കാതിരിക്കുക, പരാതിപ്പെടാതിരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ്, പ്രധാനപ്പെട്ടതിൽ ഏറ്റവും ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഡോണ്ട് ഡിസ്കസ് യുവർ ബിസിനസ് വിത്ത് ക്രോസ് ലൈൻ. വലിയൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഞാനൊരു സംഭവം എന്റെ ടീമിൽ ഞാൻ അറിഞ്ഞു. ഒരു വ്യക്തി അയാളുടെ ആപ്ലിക്കേഷൻ തുറന്നിട്ട് വേറെ ക്രോസ് ലൈൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് അയാളുടെ ബിസിനസ് ഒക്കെ ചർച്ച ചെയ്തിരിക്കുക വ്യക്തിനോട്. സ്വന്തം അപ്ലൈൻ ലീഡറോട് ഈ ചോദ്യം അയാൾ ചോദിച്ചിട്ടില്ല. മറ്റൊരു ടീമിലെ വ്യക്തി നന്നാവിട്ട് അയാൾക്ക് വരുമാനം വരട്ടെ, അയാൾ വലിയ ലെവലിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് മഹാത്മാർ എത്രയുണ്ട് നമ്മുടെ കൂട്ടത്തില്? ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഒരു ടീമിൽ ഒരു വ്യക്തി നന്നായത് കൊണ്ട് എനിക്കൊരു ഗുണമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിച്ചാൽ നമ്മുടെ കൂടെ സന്തോഷത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ അപ്ലൈനോടല്ലേ നമ്മൾ സംശയങ്ങൾ ചോദിക്കേണ്ടത്, നമ്മുടെ ബിസിനസ് ചർച്ച ചെയ്യേണ്ടത്? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളടുത്ത് പോയിട്ട്, ഒരു ഷോപ്പിൽ പോയിട്ടൊക്കെ നമ്മൾ ചോദിക്കേണ്ട എന്ത് ആവശ്യമുള്ളത്? നമ്മൾ ടീമിന് പറഞ്ഞു കൊടുക്കണം. അതൊരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയായിരിക്കും, വളരെ പോസിറ്റീവായ വ്യക്തിയായിരിക്കും, അയാൾ നമ്മളെ സഹായിക്കുമായിരിക്കും. പക്ഷെ ഇതേപോലെ ഇത് വിശ്വസിച്ച് നമ്മൾ വേറൊരാളത്ത് പോയി പറയുന്ന സമയത്ത് അയാൾ പക്ക നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അയാൾ ഇത് ചെയ്യാത്ത ആളായിരിക്കും, അയാൾ നമ്മളെയും കൂടി ചെയ്യാണ്ടാക്കും. എന്താ കാര്യമുള്ള? ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ബിസിനസിനെ കുറിച്ചോ നമ്മുടെ ടീമിനെ കുറിച്ചിട്ടോ അവനവന്റെ സിസ്റ്റത്തെ കുറിച്ചിട്ടോ ടീമിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടോ ക്രോസയോട് പറയേണ്ട ആവശ്യമില്ല, അപ്ലൈനോട് ചർച്ച ചെയ്തോളൂ നിങ്ങൾ. ഇനി 6ാമത്തെ പരിതാരം ചെയ്യില്ല, എനിക്കറിയാം. RCM സീരിയസ് ആയിട്ട് എടുത്തൊരു വ്യക്തി ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. യൂസ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഇൻ ബിസിനസ്. ബിസിനസിന്റെ സ്ഥലത്ത്, ബിസിനസ് RCMന്റെ മീറ്റിങ്ങുകളിലോ പ്രോഗ്രാമുകളിലോ അല്ലെങ്കിൽ അവനവന്റെ വീട്ടിൽ പോയി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് പേഴ്സണൽ ഇഷ്യൂസ്, പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ ബിസിനസിന്റെ സ്ഥലങ്ങളിൽ ആൽക്കഹോൾ, മദ്യം ഉപയോഗിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതൊന്നും നമ്മൾ ഒരിക്കലും RCM എന്തായാലും ചെയ്യില്ല, സിസ്റ്റം മനസ്സിലാക്കിയ ഒരാളും ചെയ്യില്ല. 7ാമത്തെ പോയിന്റ്, ഡോണ്ട് ലൈ, അവോയ്ഡ് ബോസ്റ്റിംഗ് ആൻഡ് അൺനെസസറി ഷോ ഓഫ്. നോണ പറയരുത്. ഒരു ഉൽപ്പന്നത്തെ കുറിച്ചിട്ടും ഒരു ബിസിനസിനെ കുറിച്ചിട്ടും ഒരു വരുമാനത്തെ കുറിച്ചിട്ടും നോണ പറയരുത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനി സത്യസന്ധമായി പറയാൻ പറ്റാത്ത സാഹചര്യമാണോ, മിണ്ടാതിരിക്കുക. അനാവശ്യമായ പൊങ്ങച്ചം, അനാവശ്യമായ ഷോ ഓഫ്, പ്രകടനങ്ങൾ, വലിയ ഇതൊന്നും ആവശ്യമില്ല. ഒരു ഓപ്പണർ ആയ ഒരു വ്യക്തി ഒരു ഈഗിളിന്റെ ഷോ ഓഫ് നടത്തണ്ട, അല്ലെങ്കിൽ ഒരു പേളിന്റെ ഷോ ഓഫ് നടത്തണ്ട, ഒരു റോയൽറ്റിയുടെ ഷോ ഓഫ് നടത്തണ്ട. അവനവന്റെ ലെവലിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക, സിസ്റ്റപ്രകാരം മുന്നോട്ട് പോവുക. അപ്പൊ പ്രധാനപ്പെട്ട 7 പോയിന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമുക്ക് തോന്നുന്ന പോലെയല്ല സിസ്റ്റം. നമ്മൾ ആ സിസ്റ്റം എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള. എനിക്കനുസരിച്ച് കമ്പനി മാറാൻ വേണ്ടി നമ്മൾ കാത്തിക്കണ്ട, അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. സിസ്റ്റം എങ്ങനെയാണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ടീമിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. ടീമിന്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുന്നത്. ഒറ്റക്ക് നിൽക്കുമ്പോൾ നമ്മൾ വീക്കാണ്. സ്വന്തം ടീമിൽ ഡൗൺലൈൻ ആയിക്കോട്ടെ, അതേപോലെ മറ്റുള്ളവരുടെ ടീമിലുള്ള അംഗങ്ങളോടും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഊർജം കളയുന്ന വാക്കുകൾ നമ്മൾ പറയരുത്. ആവേശം നൽകണം, പ്രോത്സാഹനം നൽകണം, എല്ലാവർക്കും പ്രോത്സാഹനം നൽകണം.
ഇന്ന് ഒരു പ്രോഗ്രാം ഉണ്ടായ സമയത്ത് ഒരു വ്യക്തി പറയുണ്ടായി, ഞാൻ ബസ്സിൽ വരുമ്പോൾ ഒരു വ്യക്തിനെ പരിചയപ്പെട്ട സമയത്ത് അവരുടെ ഫ്രണ്ട്, അവരുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരോട് RCM പറഞ്ഞിരുന്നു, ഇവര് ജോയിനിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇവര് RCMൽ ജോയിൻ ചെയ്തുകൂടെ, ഇതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ആ വ്യക്തി ഇവരോട് പറഞ്ഞു, എന്റെ ഇങ്ങനെ ഒരു ബന്ധു എന്നോട് RCM പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തോളൂ. എത്ര സന്തോഷമുണ്ട് ആ വാക്കുകൾ പറയുമ്പോൾ. നിങ്ങൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തോളൂ, അവർ നിങ്ങളോട് RCM പറഞ്ഞല്ലേ. ഇത് ഈ വ്യക്തിക്ക് തിരിച്ചു കിട്ടില്ലേ? നാളെ ഇദ്ദേഹത്തിന്റെ ഒരു വ്യക്തിയും ഇതേപോലെ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവരും പറയില്ലേ, കാരണം അത് തിരിച്ചു കിട്ടും. നമ്മൾ എന്താണോ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടും, ഒരു സംശയം വേണ്ട. ഓക്കെ, നല്ല കാര്യങ്ങൾ പറയാം, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർ വളരട്ടെ. എനിക്കിതിൽ വളരാൻ കഴിഞ്ഞില്ല, എന്നാ പിന്നെ നീയും വളരണ്ട. ആ മാനസികാവസ്ഥയിൽ നിന്ന് മാറി എനിക്കൊന്നും ആവാൻ പറ്റിയില്ല, നീയെങ്കിലും വളരൂ എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരണം. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, മറ്റുള്ള കുടുംബകാര്യങ്ങൾ ഇടപെടാതിരിക്കുക, അനാവശ്യ ബന്ധങ്ങൾ ഒഴിവാക്കുക. ക്രോസ് ലൈനുമായിട്ടൊക്കെയുള്ള അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊന്നും നമുക്ക് ഈ ബിസിനസ്സിൽ വേണ്ട. വിമർശനം, പരാതി, ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മളെല്ലാവരും ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളൊക്കെ കമ്പനിയുടെ മുമ്പിൽ സെയിം ആണ്, എല്ലാവരും സെയിം ആണ്. ഒരാൾ കുറച്ച് മുന്നേ വന്നതുകൊണ്ട് ഞാൻ ഈ ലെവലിൽ എത്തി, അതുകൊണ്ട് എന്റെ കൂടെ വന്നവർ എന്റെ ടീമിലേക്ക് വന്നു, അത്രയേ ഉള്ളൂ. ഞാനും മറ്റു പലരുടെയും ടീമിലുള്ള വ്യക്തിയാണ്. നമ്മുടെ ടീമിനെ കുറിച്ചിട്ടോ നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടോ മറ്റ് ടീം അംഗങ്ങളുമായി ചർച്ച ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ആരെങ്കിലും അത് ചോദിച്ചാൽ സിസ്റ്റത്തിനെതിരാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഒരൊറ്റ വാക്കിൽ നിർത്തിയേക്കണം. നമ്മുടെ സ്വന്തം ബിസിനസിന്റെ ഉത്തരവാദി നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്വന്തം ബിസിനസിന്റെ ഉത്തരവാദി ആരാ? ഞാൻ അത് ചോദിച്ച പോലെ തന്നെ നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ, എന്റെ സ്വന്തം ബിസിനസ്. RCMൽ 45% ലാഭവും നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടെ ടീമിന്റെ ബിസിനസ് അനുസരിച്ച് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്വയം അഭിമാനിക്കുക, മേം മാലിക് ഹൂം, ഞാനാണ് ഇതിന്റെ ഓണർ. തിരിച്ചറിയണം. ഹരിത സഞ്ജീവനിയിലെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് കമ്പനിക്ക് ലാഭമില്ലാതെ തരുന്നത്, പക്ഷെ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ ആരാ ശരിക്കുള്ള മുതലാളി? സ്വന്തം ടീമിൽ വളർച്ചയില്ല എന്ന് ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ ടീം വളരുന്നു, എന്റെ ബിസിനസ് നടക്കുന്നില്ല, എനിക്ക് വരുമാനം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 21 സ്റ്റെപ്പ് സിസ്റ്റം, 6 ബേസിക് സ്റ്റെപ്പ്, 8 കോർ സ്റ്റെപ്പ്, 7 കാർഡിനൽ റൂൾസ്, ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നും നമുക്ക് പറയാനില്ല. കാരണം ഇതിൽ വിദ്യാഭ്യാസം പ്രശ്നമല്ല, ജീവിത സാഹചര്യം പ്രശ്നമല്ല, നമ്മുടെ മതം പ്രശ്നമല്ല, നമ്മുടെ നിറം പ്രശ്നമല്ല, നമ്മുടെ ഉയരം പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. നമ്മൾ ഈ സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്യേണ്ടത്. ഇത് അപ്ലൈന്റെ ബിസിനസ് അല്ല, ഇത് ഡൗൺലൈന്റെ ബിസിനസ് അല്ല, ഇത് അവനവന്റെ ബിസിനസ്സാണ്. സ്വയം പ്രവർത്തിക്കുക, നേട്ടമുണ്ടാക്കുക. നിങ്ങളുടെ ടീം അംഗങ്ങൾ നിങ്ങളെയാണ് കോപ്പി അടിക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കാതെ ടീം പ്രവർത്തിക്കുന്നു വിചാരിക്കണ്ട ആരും. ഞാൻ പണിയെടുക്കാതെ എന്റെ ടീം പണിയെടുക്കുന്ന ആരും വിചാരിക്കണ്ട. ഇത് അപ്ലൈൻ ലീഡറിന് വേണ്ടിയിട്ടല്ല. അപ്ലൈൻ ലീഡറിന് വേണ്ടിയാണ് പണിയെടുക്കുന്നതെങ്കിൽ അതിനാരും നിൽക്കണ്ട. അവനവന് നേട്ടം ഉണ്ടാക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. നിങ്ങളുടെ ഡൗൺലൈൻ ലീഡേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു നിങ്ങൾ വിചാരിക്കണ്ട. അവനവന്റെ ജോലി അവനവൻ ചെയ്യുക, മുന്നോട്ട് നോക്കുക, പടക്കുതിരയെ പോലെ പോവുക. ഇത് നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഈ ബിസിനസ്സിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാം നമ്മുടെ വിജയത്തിന് വേണ്ടി സഹായികളാണ്, ജോലിക്കാരല്ല. അപ്ലൈനും ജോലിക്കാരനല്ല, ഡൗൺലൈനും ജോലിക്കാരനല്ല, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഡയമണ്ട് സുരേന്ദ്ര വർസാറിനെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ അപ്ലൈൻ ഡയമണ്ട് ആയിട്ടില്ല. മൂർത്തി സാറിനെ കൊണ്ടുവന്ന വ്യക്തി, മൂർത്തി സാറ് സഫയർ ആണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന വ്യക്തി ഇന്ന് റൂബിയ. അപ്പൊ റൂബിയേക്കാൾ വരുമാനം സഫയറിനുണ്ട്, നമുക്കറിയാം. അപ്പൊ ഞാൻ കൊണ്ടുവന്നയാള് നാളെ എന്നേക്കാൾ വരുമാനം വാങ്ങിക്കില്ല എന്ന് ആർക്കറിയാം? അല്ലെ? അങ്ങനെ വരുമ്പോ ആരാ ഇതില് മുകളിലിരിക്കുന്നത്, ആരാ താഴെ നിന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഈക്വലാ. ഒരാൾ നമ്മൾ ജോലിക്കാരല്ല, എല്ലാവരും സഹായികളാണ്. എന്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനും സഹായിക്കാറുണ്ട്. ഇത് വിൻ വിൻ സ്ട്രാറ്റജിയിലുള്ള ബിസിനസ്സാണ്. നിങ്ങളും വിജയിക്കണം, ഞാനും വിജയിക്കണം. അപ്ലൈൻ എന്നത് നിങ്ങളുടെ സ്വപ്നം നേടാൻ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ മുതലാളിയല്ല. അപ്ലൈൻ അല്ല നമുക്ക് ശമ്പളം തരുന്നത്. ഇത് മനസ്സിലാക്കണം. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്റെ വരുമാനം കുറഞ്ഞു, അപ്ലൈനോടാ ദേഷ്യം. എനിക്ക് 5000 കിട്ടിയുള്ളൂ, അപ്ലൈനോടാ ദേഷ്യം. അപ്ലൈൻ ആണോ ശമ്പളം കൊടുത്തത്? എനിക്ക് 500 കിട്ടിയുള്ളൂ, അപ്ലൈൻ ശരിയല്ല. അപ്ലൈൻ ആണോ വരുമാനം തന്നത്? അല്ല.
ഓക്കെ, അപ്ലൈനല്ല വരുമാനം തന്നത്. അപ്പോ പരസ്പരം ഉപകാരപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക. എനിക്ക് ഇതാണ് തരാനുള്ള മെസ്സേജ്. പരസ്പരം ഉപകാരപ്പെടുത്തുക. എന്റെ കഴിവിനെ നിങ്ങൾ ഉപകാരപ്പെടുത്തിക്കോ, നിങ്ങളുടെ കഴിവിനെ ലീഡേഴ്സ് ഉപകാരപ്പെടുത്തട്ടെ, മറ്റുള്ളവർ ഉപകാരപ്പെടുത്തട്ടെ. എല്ലാവരും ഒരേ കമ്പനിയിലാണ്, ഒരേ അവസരമാണ്, ഒരേ വരുമാന കമ്പനി നൽകുന്നത്. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ വെറുതെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. കൃത്യസമയത്ത് ഉപകാരപ്പെടുത്തുന്ന ബുദ്ധിയുള്ളവൻ, അത് കൃത്യമായി ചെയ്യുന്നു, ഉപകാരപ്പെടുത്തുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, വിജയിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനോ നിങ്ങളോ ഇതിൽ വീഡിയോയിലുള്ള ആൾക്കാരൊക്കെ വീഡിയോ ഓഫ് ചെയ്ത് പോയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ എല്ലാവരും ഇതിൽ തുല്യരാണ്, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും ഇനി നാളെ വരാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും തുല്യരാണ്, ആരും ഇതിൽ വ്യത്യസ്തരല്ല. നാളെ എന്റെ ടീമിൽ എന്നേക്കാൾ മുന്നേ ഒരു ഡയമണ്ട് ജനിക്കില്ലെന്ന് ആര് കണ്ടു? നാളെ നിങ്ങളുടെ ടീമിൽ നിങ്ങളെക്കാൾ മുന്നേ ഒരു ഡയമണ്ട് ജനിക്കില്ല എന്ന് ആര് കണ്ടു? ആർക്ക് പറയാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, സിസ്റ്റം ഫോളോ ചെയ്യുക. നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ മാക്സിമം ഉപകാരപ്പെടുത്തുക. നമ്മൾ കാരണം രക്ഷപ്പെടുന്നു തോന്നുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്ന കുറെ ആൾക്കാർ. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത്, ചെയ്യാൻ പറ്റാത്തതൊന്നും നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് പരിമിതികളുണ്ട്, എല്ലാവർക്കും പരിമിതികളുണ്ട്. പരിമിതിക്കുള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുക, ഉപകാരപ്പെടുത്തുക, ഓരോ ദിവസവും ഉപകാരപ്പെടുത്തുക, കൃത്യമായി മുന്നോട്ട് പോവുക, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ശുഭവിശ്വാസം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ, എനിക്കിത് നടക്കില്ല, എനിക്ക് വിധിച്ചിട്ടില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തയെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് നേടും, എനിക്ക് പറ്റും. 3-ാം ക്ലാസ്സുകാരനും 1-ാം ക്ലാസ്സുകാരനും പഠിച്ചവനും പഠിക്കാത്തവനും പറ്റുമെങ്കിൽ എനിക്കും പറ്റും, എനിക്ക് പറ്റും. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. 65 വയസ്സുകാരന് പറ്റുമെങ്കിൽ, 18 വയസ്സുകാരന് പറ്റുമെങ്കിൽ, 30 വയസ്സുകാരന് പറ്റുമെങ്കിൽ എനിക്കും പറ്റും, 75 വയസ്സുകാരനും പറ്റുമെങ്കിൽ എനിക്കും പറ്റും. ഇത് നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും ശുഭവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. പ്രാർത്ഥനകൾ നല്ലതാ. പ്രാർത്ഥനകളിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന വാക്ക് ദൈവം കേൾക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ കേൾക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ കേൾക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും നല്ല കാര്യങ്ങൾ പറയാം, പോസിറ്റീവ് പറയാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സെഷൻ കേട്ട മുഴുവൻ ആളുകൾക്കും ഇത് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ, ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക, അവനവന്റെ ബിസിനസിന്റെ ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കുക, വലിയ നേട്ടങ്ങളിലേക്ക് പോവുക. ഈ മാസം ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റാർട്ടർ ആവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം. ഒരു പുതിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബിഗിനർ ആവുക എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും വലിയ നേട്ടം അത്. അപ്പൊ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയ നേട്ടം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം, എന്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ആർസിയം, ജിആർസിയം. താങ്ക് യു എവരിവൺ. ഹാൻഡ് ഓവർ ടു ജസ്ലീന മാഡം. താങ്ക് യു. താങ്ക് യു സാർ. നല്ലൊരു സെക്ഷൻ ആയിരുന്നു നമുക്ക്